ഇന്ത്യയിൽ നിന്ന് ഒറ്റ ക്ലബിന് മാത്രമേ ഉള്ളൂ ഒരു സാങ്ഷനും ഇല്ലാതെ പ്രീമിയർ 1 ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. അത് എയും ബിയും സിയും ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്ത ഒറ്റ ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പഞ്ചാബ് FC ആണ്. നമ്മൾ കഴിഞ്ഞ ISL കണ്ട ടീമൊന്നുമല്ല പഞ്ചാബ് FC എന്ന് പറയുന്നത്. ഐ ലീഗ് വിജയിച്ച് മെറിറ്റ് വന്ന ടീമാണ് അവർ. തുടക്കത്തിലെ ഒരു പ്രശ്നം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം ഫസ്റ്റ് ഫേസ് അവരുടെ വളരെയധികം മോശമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഫേസിൽ അവർ ഒരുവിധം മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പഞ്ചാബ് FCയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എടുത്തു പറയേണ്ടത് അവരുടെ യൂത്താണ്. അതായത് യൂത്ത് ഡെവലപ്മെൻ്റ് ആണ്. അവർക്ക് അണ്ടർ 10 ടീമുണ്ട്, അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19, അണ്ടർ 20, അണ്ടർ 23 സീനിയർ ടീം. അവരുടെ എല്ലാ ടീമും അതായത് ഏതെങ്കിലും മികച്ച ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീംസ് എല്ലാം ഏത് രീതിയിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ കണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ അവരിപ്പോൾ RFDLൻ്റെ യൂത്ത് ലീഗ് അതായത് റിലയൻസിൻ്റെ യൂത്ത് ലീഗ് അവർ വിജയിച്ചിരിക്കുകയാണ്. അത് ഈസ്റ്റ് ബംഗാളിനെ അവർ പരാജയപ്പെടുത്തി. ഈസ്റ്റ് ബംഗാൾ വളരെ മികച്ച ടീമായിരുന്നു. ആ ഒരു ടീമിനെയാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം ശക്തമാണ് അവരുടെ യൂത്ത് ടീം എന്ന് പറയുന്നത്. നമ്മുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര മികച്ച രീതിയിലൊന്നുമല്ല. നമുക്ക് കുറേ പ്ലേയേഴ്സ് വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് അത്ര മികച്ചില്ല. അവർ അണ്ടർ 10 തൊട്ട് അവർ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മളും അതുപോലെയൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ ആയാലും അത് വുമൺസ് ടീം എല്ലാ സംഭവങ്ങളും ബെറ്ററായാൽ മാത്രമേ നമുക്ക് പ്രീമിയർ 1 ലൈസൻസ് ഒരു സാങ്ഷനും ഇല്ലാതെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കേണ്ടത്.